ഗൈസ് ഞങ്ങൾ പറഞ്ഞല്ല ചോദിച്ചാണ് പോണത്. അപ്പൊ ഇപ്പൊ ചോദിച്ചപ്പോ പറയണത് ഓട്ടോറിക്ഷക്കാണെങ്കിൽ പൈസ കൂടുതൽ വരും, നമ്മ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണല്ലോ. അപ്പൊ നമ്മ അത് നിക്കണില്ല. അപ്പൊ 2 ബസ് കയറണം. ഫസ്റ്റ് ഗാന്ധിപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഗാന്ധിപുരത്ത് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബസ് കയറണം. അത് കഴിഞ്ഞിട്ട് ഗാന്ധിപുരത്ത് നിന്ന് പുതു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിറങ്ങണം. അവിടെ ആ ബസ് സ്റ്റാൻഡിലാണ്, പുതു ബസ് സ്റ്റാൻഡിലാണ് ഈ ഊട്ടിക്കുള്ള ബസ് ഉള്ളത്. അപ്പൊ നമ്മൾ 2 ബസ് കയറണം. ഫസ്റ്റ് ഗാന്ധിപുരത്തിലേക്ക് ബസ് കയറണം, ഗാന്ധിപുരത്ത് നിന്ന് പുതു ബസ് സ്റ്റാൻഡിലേക്ക്, പുതു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഊട്ടി. അപ്പൊ നമ്മളെ ഇപ്പൊ ഗാന്ധിപുരത്തിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പൊ ഗാന്ധിപുരത്തേക്ക് പോകണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ബസ് കിട്ടണം. അപ്പൊ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ നമ്മൾ കുറെ ദൂരം നടന്നിട്ടാണ് ബസ് പിടിച്ചത്. അതൊക്കെ ഞാൻ നേരത്തെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കോയമ്പത്തൂർ എന്താ നിങ്ങൾക്ക് കോയമ്പത്തൂര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഗൈസ് ഇനി എങ്ങാട് പോണോന്ന് പറഞ്ഞിട്ട് ആകെ മൂഞ്ചി കുത്തി നിൽക്കുകയാണ്. എന്താന്നിട്ടുണ്ടെങ്കിൽ 2 വഴി കാണുന്നുണ്ട്. എങ്ങാട് അവിടെ ഒരു വഴി കാണുന്നുണ്ട് അങ്ങാട്, പിന്നെ ഇപ്പുറത്തേക്ക് ഒരു വഴിയും കാണുന്നുണ്ട്. അത് ഏത് വഴി? അതൊരു ഗൂഗിൾ മാപ്പ് ഉണ്ട്. എന്താ ചെയ്യണം? നമ്മ എന്തായാലും ഊട്ടി എത്തും ഉറപ്പാണ്. ഗായ്സ് അപ്പൊ ഗാന്ധിപുരത്തേക്ക് ഒരു ബസ് പിടിക്കണം. പക്ഷെ ആ ബസ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലവരും പല സ്ഥലമാണ് പറയണത്. ഒരാൾ പറഞ്ഞു അങ്ങാട് പോയിക്കോ, അവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഒരാൾ പറഞ്ഞു ഇവിടെ നിന്നോ, ഇവിടെയാണ്, ഇവിടെ നിന്നാലും ബസ് വരുമെന്ന്. അപ്പൊ ആകെ പ്രാന്തളകിക്കേണ്ട ഗായ്സ്, ഞാൻ ഇങ്ങനെ ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. പക്ഷെ എന്തായാലും നമ്മ കയറിപ്പോവും, അത് ഉറപ്പാണ് ഗൈസ്. അപ്പൊ ബസ് വരാണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കണ സമയത്ത് ഞങ്ങൾ വിചാരിച്ച് ഊബർ ബുക്ക് ചെയ്യാന്ന്. ഊബർ ബുക്ക് ചെയ്തപ്പോൾ അയാൾ പറയണത് 4 പേരിൽ കൂടുതൽ കയറാൻ പറ്റില്ലെന്ന്. ഞങ്ങൾക്ക് 8 പേരില്ലാണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് അയാളെ പിരിച്ചു വിടുകയാണ്. അങ്ങനെ ഞങ്ങൾ ആകെ ദാഹിച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അടുത്തുള്ള SBI ബാങ്കിൽ കയറി വെള്ളം അവിടെ നിന്ന് നിറയ്ക്കണം. എല്ലാവർക്കും വെള്ളം നിറച്ച് കുറേയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ വിശ്രമിച്ച് നിൽക്കണം എല്ലാവരും. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഗാന്ധിപുരത്തിലേക്ക് നടക്കാന്ന്. ഗായ്സ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇത്തിരി ബ്രെഡും ജാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നേരെ ഗാന്ധിപുരത്തിലേക്ക് നടക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത്തിരി നേരെ വിശ്രമിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട എല്ലാവരും കൂടി. ഒരു വൈബാണ് ഗായ്സ്. ബ്രെഡൊക്കെ തിന്നു കഴിഞ്ഞ് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ചെക്കൻ പറഞ്ഞ് ആ ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി പുതു ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുതു ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ പുതു ബസ് സ്റ്റാൻഡിലെത്തി. ഇനി പുതു ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇനി ഊട്ടിക്ക് പോകണം. അതിനുള്ള ബസ്സാണ് ഞാൻ തപ്പാൻ പോണത്. അപ്പം ഇനി അതിനുള്ള പരിപാടിയാണ്. പുതു ബസ് സ്റ്റാൻഡ്